മൈ ഫെയർ ലേഡി എന്ന വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം. അതിലെ നായകനും നായികയും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. നായകൻ തൻ്റെ സ്നേഹം വാക്കുകളിലൂടെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ പൂക്കാരി പെൺകുട്ടി ഒരു പ്രത്യേക അവസരത്തിൽ അവനോട് പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ വാക്കുകളിലൂടെ മാത്രമല്ല നിന്റെ ചെയ്തികളിലൂടെയും പ്രകടമാക്കുക. നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലൂടെ അത് കാണിച്ചു കൊടുക്കണം. ഈശോ പത്രോസിനോടും ആവശ്യപ്പെടുന്നത് ഇതാണ്. നമുക്കറിയാം, കടൽ തീരത്ത് വല നന്നാക്കിയിരുന്ന അവസരത്തിലാണ് പത്രോസ് യേശുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. കൂടെ പോരുന്നോ എന്ന ചോദ്യത്തിന് വലയും വള്ളവും ഉപേക്ഷിച്ച് അന്ന് അയാൾ ആ ചെറുപ്പക്കാരൻ്റെ പുറകെ കൂടിയതാണ്. അവനോടൊപ്പം എവിടെ പോയാലും അത്ഭുതങ്ങൾ, ബഹുമാനം, ആദരവ്, സുഭിക്ഷമായ ഭക്ഷണം, അങ്ങനെ കുറവറിയാതെ കഴിഞ്ഞ ഒരുപാട് ദിനങ്ങൾ. ഒരിക്കൽ കയ്യാഫാസിന്റെ കൊട്ടാരമുറ്റത്ത് തീ കായവേ ഒരു പെൺകുട്ടിയുടെ കണ്ണുരുട്ടിയുള്ള ചോദ്യത്തിനു മുമ്പിൽ പകച്ചു പോകുകയാണ് പത്രോസ്. യേശുനാഥൻ പലതവണ പറഞ്ഞതാണ്, സഹനവും കുരിശുമരണവും ഉദ്ധാനവും തനിക്കുണ്ടാകുമെന്നും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരിക്കണമെന്നും. പക്ഷേ തെല്ലു നേരത്തേക്ക് ഗുരുസാന്നിധ്യം പോയെന്ന തോന്നലുണ്ടായപ്പോൾ ഉപേക്ഷിച്ച വള്ളവും വലയും വീണ്ടും സ്വന്തമാക്കിക്കൊണ്ട് പഴയ ജീവിതത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും പിന്തിരിയുകയാണ് പത്രോസ്. സ്നേഹിക്കുകയും എന്നാൽ ചില വേളകളിൽ ഇടറിപ്പോവുകയും ചെയ്യുന്ന പത്രോസിന്റെ അടുക്കിലേക്കാണ് ക്രിസ്തു കടന്നു വരുന്നത്. ക്രിസ്തുവിനെ മറന്ന് താൻ നേടാൻ ശ്രമിച്ച നേട്ടങ്ങളെല്ലാം വെറുതെയായി പോയി എന്ന തിരിച്ചറിവിന്റെ തീരത്താണ് പത്രോസ് ഇപ്പോൾ. ഈ പത്രോസിനോടാണ് ക്രിസ്തുവിന്റെ ചോദ്യം, പത്രോസേ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നെ തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് തന്നെ 3 തവണ ഏറ്റു പറയിപ്പിക്കുകയാണ് ഉദ്ധിതനായ ക്രിസ്തു. ഓരോ തവണയും പത്രോസിന്റെ ഉത്തരം അവന്റെ വാക്കുകൾ ദുർബലമായിരുന്നു. ഒടുവിൽ സമ്പൂർണമായ സമർപ്പണം. കർത്താവേ, നിനക്കെല്ലാം അറിയാം. എൻ്റെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ബലഹീനതകളും കുറവുകളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുമെല്ലാം. ഉദ്ധിതനെ കണ്ട് അനുഭവിച്ച പത്രോസ് ഇനി പഴയ പത്രോസ് അല്ല, അവൻ ഉറപ്പുള്ള പാറയാണ്. ഈ പാറമേലാണ് ക്രിസ്തു തൻ്റെ സഭ പണിയുന്നത്. നിന്റെ സ്നേഹം പ്രകടമാക്കുക. ഇതുതന്നെയാണ് ഉദ്ധിതനായ ക്രിസ്തു ഓരോ ദിവസവും നമ്മോടും ആവശ്യപ്പെടുന്നത്. നമുക്ക് ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള എത്രയോ അവസരങ്ങൾ ലഭിച്ചു. എത്രയോ അവസരങ്ങൾ വെറുതെ കടന്നുപോയി. എൻ്റെ ഉള്ളിൽ എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് സ്വയം സമാധാനിപ്പിക്കുകയാണ് ഞാനും നിങ്ങളുമെല്ലാം. എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് അപരൻ എങ്ങനെ അറിയും? കത്താത്ത തിരികളും വിടരാത്ത പുഷ്പങ്ങളും പ്രയോജനരഹിതമായതുപോലെയാണ് സ്നേഹം പ്രകടിപ്പിക്കാത്ത നാം ഓരോരുത്തരും. സ്നേഹം അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ് എന്ന ഒരു വലിയ സന്ദേശം യേശു നമുക്ക് നൽകുന്നു. സ്നേഹം പ്രകടിപ്പിച്ച പത്രോസിന്റെ വലിയ ജീവിത മാതൃകയും നമുക്ക് മുമ്പിലുണ്ട്. സുന്ദര കവാടത്തിന് മുന്നിലൂടെ നടക്കവേ ഒരു മുടന്തനോട് അയാൾ പറഞ്ഞു, സ്വർണമോ വെള്ളിയോ ഇല്ല, നസ്രായനായ യേശു മാത്രം, എഴുന്നേറ്റ് നടക്കുക. നടപടി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ക്രിസ്തുവിന് വേണ്ടി ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്ന, അവന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ക്രിസ്തുവിനെ തന്റെ നിഴലാക്കി മാറ്റിയ പത്രോസിനെ. ക്രിസ്തുവിനെ പോലെ മരിക്കുവാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് പറഞ്ഞ് കുരിശിൽ തലകീഴായി തൂങ്ങി മരിക്കുന്ന പത്രോസിനെ, സ്നേഹം തന്റെ ചെയ്തികളിലൂടെ പ്രകടമാക്കിയ പത്രോസിനെ പാരമ്പര്യങ്ങളിൽ നാം കാണുന്നു. പഴയ നിയമത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ മരുഭൂമിയിലൂടെ ആടുകളെ നയിച്ചു നീങ്ങുന്ന ഒരു യുവാവിന്റെ അത്ഭുത ദൃശ്യം നാം കാണുന്നുണ്ട്. ഒരു മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുന്നു, പക്ഷേ എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. ഒരിക്കലും അസ്തമിക്കാത്ത കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിച്ചു കഴിയുമ്പോൾ ആ യുവാവ് കർത്താവിന് വേണ്ടി ഇസ്രായേൽ മക്കളുടെ ഇടയനാകുന്നു. പിന്നീട് മോശ എന്ന ആ ചെറുപ്പക്കാരൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി അപരനെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ഇടയന്മാരാകാനുമുള്ള വിളി ഓരോ ക്രൈസ്തവനുമുണ്ട്. ഇടയന്മാരായി നിൽക്കുമ്പോൾ തീർച്ചയായും സഹനങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർക്ക് വേണ്ടി പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. സഹനമില്ലാതെ സ്നേഹമില്ല എന്ന വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. അതുപോലെ
എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയും നമ്മുടെ സഹോദരനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. വൃദ്ധസദനത്തിലെത്തിയ മകനോട് അമ്മ ചോദിച്ചു, നിനക്ക് ഇടയ്ക്കൊക്കെ വന്ന് എന്നെ ഒന്ന് വിളിച്ചൂടെ? മകൻ ദേഷ്യത്തോടെ ചോദിച്ചു, ഞാൻ ഇടയ്ക്കൊക്കെ വരുന്നുണ്ടല്ലോ. ക്രിസ്തുമസിനും ഈസ്റ്ററിനും അത് തന്നെ വലിയ കാര്യം. ഇവിടുത്തെ മറ്റാൾക്കോ കാണാൻ ആരെങ്കിലും എത്താറുണ്ടോ? ഇല്ല എന്ന അമ്മയുടെ മറുപടി. അമ്മയുടെ ചോദ്യം അനിഷ്ടമായ അവൻ ഉടൻ സ്ഥലം വിട്ടു. കണ്ണീരോടെ അമ്മയോർത്തു. കഷ്ടപ്പാടുകളെ സഹിച്ച് അവനെ ഉദരത്തിൽ വഹിച്ചതും നൊന്തു പ്രസവിച്ചതും പാലൂട്ടി വളർത്തിയതും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല, മറ്റെല്ലാത്തിലും ഉപരി അവനെ സ്നേഹിച്ചതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അവൻ തന്നെ കാണാനെത്തുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആളുകളെ കാണിക്കാനാണ്. ആട്ടിയുറക്കിയ അമ്മയെ ആട്ടിയിറക്കിയ മക്കളാണത്രേ എന്ന വരികൾ എത്ര നൊമ്പരപ്പെടുത്തുന്നതാണ്. എല്ലാറ്റിനും ഉപരിയായിട്ടെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എല്ലാ വൃദ്ധ മാതാപിതാക്കളും മക്കളോട് മൗനമായി ചോദിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് ഉറക്കെ പറയുന്നതിന് മുമ്പ് ഒന്നാലോചിക്കുക, സ്നേഹിക്കുന്നുണ്ടോ ഞാൻ? അത് മാതാപിതാക്കളായാലും മക്കളായാലും ജീവിത പങ്കാളിയായാലും സഹോദരങ്ങളായാലും. പത്രോസിനോട് ഒടുവിൽ തന്റെ ജീവിതം കൊണ്ട് സ്നേഹം കാണിച്ചു കൊടുത്തു. നമുക്ക് അവശേഷിക്കുന്നതും ജീവിതമാണ്. പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഉദ്ധതനുള്ള വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മനിയന്ത്രണം കൊണ്ടും, ആത്മനിയന്ത്രണത്തെ സ്ഥൈര്യം കൊണ്ടും, സ്ഥൈര്യത്തെ ഭക്തി കൊണ്ടും, ഭക്തിയെ സാഹോദര്യം കൊണ്ടും, സാഹോദര്യത്തെ സ്നേഹം കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നമുക്ക് പരമാവധി യത്നിക്കാം. എല്ലാം അറിയുന്ന ദൈവത്തിൽ നമുക്ക് സമ്പൂർണ്ണമായ സമർപ്പണം നടത്താം. അതിനുള്ള അനുഗ്രഹം നല്ലവനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ.